ശാന്തവും സൗന്ദര്യവും നിറഞ്ഞ വൈബ്. ഇലക്ട്രിക് മാല ബൾബുകളാൽ അതിമനോഹരം. കഴിഞ്ഞ കാലത്തെ പോലെ നൊമ്പരങ്ങളുടെ പ്രളയമില്ല. ശാന്തമായ അന്തരീക്ഷം. ചിങ്ങപ്പുലരിയുടെ താളമേളങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷം. വിവിധ തരത്തിലുള്ള കായിക മത്സരങ്ങളാൽ മുഖരിതമായ പീച്ചി പവലിയൻ. തിരുവോണ ദിവസം പീച്ചി ഉത്സവം പരിസമാപ്തിയിൽ. വിവിധ ടീമുകളുടെ വടംവലി മത്സരം ഒന്നിനൊന്ന് മികവ് പുലർത്തി. വനിതകളും ശക്തി തെളിയിക്കാൻ വടംവലിയിൽ കടുത്ത മത്സരത്തിൽ അണിനിരന്നു. ആർപ്പുവിളികളോടെ വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദനും മെമ്പർമാരായ അനിതയും ജലജനും വടംവലിക്ക് കരുത്തും ആവേശവും പകർന്നു. വിശാലമായ മനുഷ്യസ്നേഹം പരസ്പരം പങ്കുവെച്ച് പീച്ചിയുടെ ചിങ്ങപ്പുലരി ഐക്യത്തിന്റെ പുതുചരിത്രം എഴുതി ചേർത്തു. വൈകിട്ട് 6 മണിക്ക് നടന്ന സാംസ്കാരിക സമ്മേളനം ഒല്ലുക്കര ബ്ലോക്ക് പ്രസിഡന്റ് KR രവി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥിയായി ഹൈക്കോടതി ജഡ്ജി ഹണി M വർഗീസ് പങ്കെടുത്തു. രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ CPIM പീച്ചി ലോക്കൽ സെക്രട്ടറി VC സുജിത്, KV ചന്ദ്രൻ, മാത്യു നൈനാൻ, CPI ലോക്കൽ സെക്രട്ടറി ജിനേഷ് പീച്ചി, സ്വപ്ന രാധാകൃഷ്ണൻ, ദീപു PA എന്നിവരും കായിക സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു. ആവേശകരമായ നാട്ടറിവുകൾ പകർന്ന നാടൻ പാട്ടോടുകൂടി പരിസമാപനം കുറിച്ചു. പീച്ചി ചിങ്ങനിലാവ് സഹവർത്തിത്വത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച സംഘാടനമായി മാറി. റവന്യൂ മന്ത്രി K രാജൻ സമാപന വേദിയിൽ എത്തിച്ചേർന്നു. ശരി മതി മതി. വേണ്ടി ഓണച്ചന്തകൾ തുടങ്ങിയിരുന്നു. അതിനും പുറമെയാണ് നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തി തൃശൂർ ജില്ലയിൽ മാത്രം 168 ഓണച്ചന്തകൾ തുറന്നു പ്രവർത്തിക്കാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം അവസരമുണ്ടായി. അപ്പൊ അവിടെ തൃശൂർ ജില്ലക്കാരുടെ ഓണ കോർപ്പറേഷൻ മേയർ പറഞ്ഞത് 9 ടീമുണ്ടാവും. വൈവിധ്യമാർന്ന ടീമുകളായിരിക്കും. അതിൽ ഏറ്റവും സജീവോത്സവം കടന്നു പോയിക്കൊണ്ടിരിക്കും. മഴക്കാലം തന്നെ അതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ പങ്കാളിത്തം സുനിശ്ചിതമായി അതിപ്രസനമില്ലാതെ എല്ലാം ആരംഭിക്കുന്നു. സ്പാർട്ടൻസ് താണിപ്പാടം ബുള്ളറ്റ് ട്രെയിനം ഫൈനൽ മത്സരത്തിൽ സ്പാർട്ടൻസ് താണിപ്പാടം ബുള്ളറ്റ് ട്രെയിനുമായി
നല്ല രീതിയിൽ കൂടെ ഒരു പരിധി വരെ ഉണ്ട്, അങ്ങനെയുണ്ട്. പ്രിയപ്പെട്ട പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സാവിത്രി സിലാറിനും ചന്ദ്രേട്ടനും മാത്യു നയനാരും ജിനീഷും ഒക്കെ ഉൾപ്പെടെ പഞ്ചായത്ത് മെമ്പർമാരടക്കം വലിയ സംഖ്യയോടെ എല്ലാവരും നേരത്തെ തന്നെ ആശംസകൾ നേർന്ന് സംസാരിച്ചു എന്നുള്ളതുകൊണ്ട് ദീർഘമായിട്ടുള്ളൊരു സംസാരത്തിലേക്ക് ഞാൻ മുതിരുന്നു. PGDMC പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 4 ദിവസമായി നടന്നു വന്നിരുന്ന പീച്ചിയിലെ ഓണാഘോഷ പരിപാടികൾക്ക് യഥാർത്ഥത്തിൽ തിരുവോണ ദിവസം ഔപചാരികമായി സമാപനമാവുകയാണ്. ഇനി പക്ഷേ എല്ലാ ദിവസങ്ങളിലും ഈ ഓണാഘോഷം കഴിയുന്നത് വരെ വൈദ്യുതാലങ്കാരവും അതിനോടനുബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങളും തുടരും. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയും പീച്ചിയിലെ DMCയും ഒത്തുചേർന്നാണ് കഴിഞ്ഞ 4 ദിവസമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ആളുകൾ അവതരിപ്പിച്ച വിവിധങ്ങളായിട്ടുള്ള പരിപാടികളോട് സമ്പന്നമായി ഓണത്തിന് നമ്മൾ സമാപനം കൊടുക്കും. ഓണം ഔപചാരികമായി നമ്മളെല്ലാവരും ഇന്ന് വിശദമായി ഉണ്ട് ഓണാഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. 3 ദിവസം കൂടി കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ പ്രിയപ്പെട്ട പുലിക്കളി കുടമണിയിലേക്ക് വയറിലേക്ക് നമ്മുടെ നഗരത്തിൽ 450ഓളം പെൺപുലികൾ ഉൾപ്പെടെയുള്ള പുലികൾ രംഗപ്രവേശം ചെയ്യുന്നതോടെ തൃശ്ശൂരിലെ ഓണാഘോഷ പരിപാടികൾക്ക് ഇത്തവണ സമാപനം കുറിക്കും. ഓണം നന്നായി ആഘോഷിക്കാൻ എല്ലാ വിധത്തിലുള്ള നടപടികളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോയത്. 60 വയസ്സ് കഴിഞ്ഞ എല്ലാ അമ്മമാരുടെയും അച്ഛന്മാരുടെയും കയ്യിൽ 3200 രൂപ ഓണത്തിന്റെ സമ്മാനമായി സാമൂഹിക ക്ഷേമ പെൻഷൻ എത്തിക്കഴിഞ്ഞു. അച്ഛനും അമ്മയ്ക്കും 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6400 രൂപ ഓണത്തിന്റെ സമ്മാനമായി എത്തി. തൊഴിലുറപ്പുകാർക്ക് 1200, ഹരിതകർമ്മസേനക്കാർക്ക് 1280, 60 വയസ്സ് കഴിഞ്ഞ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 1000 രൂപയും. ഈ മേടിച്ച കാശെല്ലാം ചെലവഴിക്കാൻ ഏറ്റവും കുറഞ്ഞ ചെലവിൽ സപ്ലോക്കോയുടെയും ഹോർട്ടിക്രോപ്പിൻ്റെയും കൺസ്യൂമർ ഫണ്ടിൻ്റെയും ഓണ വിപണിയും ഒക്കെയായി ഇത്തവണത്തെ ഓണാഘോഷം അടിച്ചു പൊളിച്ചു എന്ന അഭിമാനത്തോടു കൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. കുട്ടികൾക്ക് ഈ കളിക്കാനുള്ള അവസരങ്ങളും പീച്ചിയിലെ വൈദ്യുതാലങ്കാരവും പീച്ചി ഡാം തുറന്നുള്ള വെള്ളത്തിൻ്റെ ചലനവും ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് ആഘോഷിക്കാം. ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഈ കാണുന്ന പീച്ചി അടുത്ത ഓണമാകുമ്പോഴേക്ക് ഇതിനേക്കാൾ സുന്ദരിയാണ്. ഇപ്പോൾ ഇവിടെ കുട്ടവഞ്ചിയുണ്ട്, മനോഹരമായ നമ്മുടെ ഗാർഡൻ ഉണ്ട്, മല കയറാനുള്ള സൗകര്യം വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ 1 വർഷക്കാലം കൂടി കഴിയുന്നതോടെ ആധുനിക ഫൗണ്ടൻ ഉൾപ്പെടെയുള്ള പുതിയ സംവിധാനങ്ങളോടെ വളരെ ഗംഭീരമായി പീച്ചി വരുമെന്ന് മാത്രമല്ല, പീച്ചിയോടൊപ്പം കിടപിടിക്കാൻ ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരത്തിൽ ഒരപ്പംകെട്ട് തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായി ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുകളിലൂടെ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കാൻ പറ്റുന്ന, സീ പ്ലെയിനിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഒരപ്പംകെട്ട് കൂടി ഈ 2025-26 നമ്മുടെ നാട്ടിൽ വരാൻ പോവുകയാണ്. പീച്ചിയുടെ ഈ അതിസൗന്ദര്യം ആസ്വദിക്കാൻ ഇനി 2 തലത്തിലുള്ള സന്തോഷത്തോടെ നമുക്ക് വരാം. ഒരപ്പംകെട്ടിന് അതിനു വേണ്ടി മാത്രം 5 കോടി രൂപ
കേരളത്തിലെ ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ പീച്ചിക്ക് വന്ന പീച്ചി അല്ല ഇത്തവണ. ഏതാണ്ട് പീച്ചി റോട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോന്നാൽ വെലങ്ങന്നൂർ വരെ പള്ളിപ്പെരുന്നാൾ റോട്ടിൽ നടക്കുന്ന പോലെ മനോഹരമായിട്ടുള്ള വെളുക്കം കത്തിച്ചുകൊണ്ടുള്ള പീച്ചി റോഡാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും സമ്പന്നമായി ഓണത്തിലേക്ക് പോകാം. കൈതോല ടീമാണ് ഇന്നത് അവതരിപ്പിക്കുന്നത്. ആ ടീമിനൊരു പ്രത്യേകതയുണ്ട്. ആ ടീം ഇപ്പോൾ വളർന്ന് കേരളത്തിലെ തന്നെ ഏത് നാടൻ പാട്ട് കലാസംഘത്തിനോടും എല്ലാ അർത്ഥത്തിലും മുട്ടാൻ കഴിയുന്ന ഒരു സംഘമായി പാണഞ്ചേരിയുടെ സ്വന്തം, വാണിയമ്പാറയുടെ സ്വന്തം കൈതോല മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് അഭിമാനത്തോടെ കാണാൻ പറ്റുന്ന ഒരു അവസരമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപക്ഷം കലാകാരന്മാർ കേരളത്തിൽ മലയാളികളുടെ എല്ലായിടത്തും, ലോകത്ത് മലയാളികളുള്ള എല്ലായിടത്തും അവരുടെ ശബ്ദവും അവരുടെ കഴിവും അവരുടെ കലാരൂപങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ്. കൈതോല കൊല്ലൂർ മണ്ഡലത്തിന്റെ പാണഞ്ചേരി പഞ്ചായത്തിന്റെ വിശിഷ്യ വാണിയമ്പാറയുടെ അഭിമാനകരമായ താരങ്ങളാണ് അണിചേരുന്നത്. അവർക്കും എല്ലാവർക്കും സംസ്ഥാന സർക്കാരിന്റെ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഹലോ.